ഡോക്ടർ ശശി തരൂര് കേരളത്തിൽ വീണ്ടും കളം പിടിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ MP ഒക്കെയാണ്, സമ്മതിച്ചു. പക്ഷേ MP എന്നുള്ള രീതിയിൽ, അതായത് 2009 മുതൽ 2009, 2014, 2019, 2024 4 തവണയായിട്ട് തിരുവനന്തപുരത്തിൻ്റെ MP ആയിട്ടുള്ള അദ്ദേഹം ഒരു MP എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തുകാർക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കണ്ടുകിട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സമീപകാലത്ത് BJPയെയും നരേന്ദ്രമോദിയെയും പ്രകീർത്തിക്കുകയും മറ്റും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ ഭീകരതയ്ക്കെതിരെ എങ്ങനെ പൊരുതി എന്ന് കാണിക്കുന്നതിന് വേണ്ടി ലോകത്തെമ്പാടും പറഞ്ഞു വിട്ട ടീമിലെ ഒരു ടീമിനെ നയിച്ച നായകൻ കൂടിയാണ് തരൂർ. ഇത് കോൺഗ്രസിന് വലിയൊരു കല്ലുകടിയായി. അങ്ങനെ തരൂർ കേരളത്തിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുകയായിരുന്നു, കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ. അതിനു മുമ്പ് നമുക്കറിയാം, തരൂർ കേരളത്തിലെമ്പാടും ഒന്ന് യാത്ര ചെയ്തു. പാണക്കാട് പോയി, പെരുന്നയിൽ പോയി. അങ്ങനെ പെരുന്നയിലെ പോപ്പിൽ നിന്ന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടി, നല്ല ഒന്നാം തരം ഡൽഹി നായരാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അത് കേരളമെമ്പാടും നടന്നപ്പോൾ വലിയ രീതിയിൽ ജനകീയത അനുഭവപ്പെട്ടപ്പോൾ പലർക്കും ഒരു സംശയം, കേരള രാഷ്ട്രീയത്തിലേക്ക് തരൂർ ഇറങ്ങുകയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് പറയുകയുണ്ടായി. ആയിക്കൊള്ളട്ടെ, നല്ലത് തന്നെയാണ്. നമ്മൾ ഈ പരമ്പരാഗതമായി കണ്ടുമടുത്ത രാഷ്ട്രീയക്കാരിൽ നിന്നൊരു മോചനം കിട്ടുമല്ലോ. ഒന്നുമല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈലുള്ള വ്യക്തിയാണ് തരൂര്. തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം, അത് ഞാൻ ആവർത്തിക്കുകയും ചെയ്യും. 2009 ജയിച്ചു വന്നപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കുമെന്ന് പറഞ്ഞു. നാണം കെട്ട ഒരു വർത്തമാനം തന്നെയായിരുന്നു അത്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ 6 മാസത്തിന് ശേഷം സജീവമാകാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസ് നടത്തിയ പരിപാടിയിലാണ്, തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ പരിപാടിയിലാണ് തരൂര് പങ്കെടുത്തത്. അതോടുകൂടി താൻ വീണ്ടും കേരളത്തിലേക്ക് സജീവമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം എത്തി, വേദിയിലുണ്ടായിരുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ അടുക്കൽ ചെന്ന് ഹസ്തദാനം കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ കോൺഗ്രസുമായിട്ട് അകന്നു നിന്നവരൊക്കെ തരൂരിനോട് ചേർന്ന് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. തരൂര് ഏതൊക്കെ സമയത്ത് ഇവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ടോ ആ സമയങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ്സുകാരിൽ പലരും ഇദ്ദേഹത്തെ പാരവയ്ക്കുകയും പാലം വലിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. കാരണം തരൂരിനെ പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ പരമ്പരാഗതമായി വന്നിട്ടുള്ള ചില രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരുടെ രീതിയല്ല തരൂർ അവലംബിക്കുന്നത്. തരൂർ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ്, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ രീതിയിലേക്കാണ് തരൂർ പോകുന്നത്. തരൂര് തിരുവനന്തപുരത്ത് പ്രചാരണം നടത്തുന്ന അവസരത്തിൽ വലിയ ആളും ആരവവും ബഹളവും ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. തരൂരിന് തുല്യരായിട്ട് നിൽക്കുന്ന 5 or 6 പേര് മാത്രം കാണും. 2024 അങ്ങനെ ഓരോ വാഹന പ്രചരണ ജാഥ പോകുമ്പോഴും ആളില്ലാതെ കിടന്ന അവസരത്തിൽ പലരും പറഞ്ഞു തരൂര് തോറ്റു തുന്നമ്പാടും, രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും, അങ്ങനെ കേരളത്തിൽ തിരുവനന്തപുരത്ത് BJP ഇടം പിടിക്കും എന്ന് വരെ കണക്ക് കൂട്ടിയതാണ്. പക്ഷേ ഒരു 15,000 വോട്ടിന് തരൂര് 4ാം തവണയും വിജയിച്ചു വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തരൂര് ഈ മഹിളാ കോൺഗ്രസ് വേദിയിൽ വന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ശശി തരൂരിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകില്ല, ഇത് നമുക്ക് കൃത്യമായി അറിയാം. താല്പര്യമുള്ളവരുണ്ട്, അത് MP ആയിട്ട് വന്ന സമയത്തും താല്പര്യമുള്ളവരുണ്ട്. 2009 മത്സരിക്കാനായിട്ട് വന്ന സമയത്ത് പോലും കോൺഗ്രസ്സുകാർ അതിശക്തമായി എതിർത്തതാണ്, എവിടെ നിന്ന് കെട്ടിയിറക്കിയതാണ്. മലയാളം അറിയാമോ
എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി ചോദിച്ചത്. അതിശക്തമായ മത്സരമല്ലേ നടന്നത്? തരൂർ വിജയിച്ചു. 2014 ആവർത്തിക്കുന്നു. 2013 മലയാള ഭാഷയ്ക്ക് ക്ലാസിക് പദവി കിട്ടി, ശ്രേഷ്ഠ ഭാഷാ പദവി. 2014 മത്സരിക്കാൻ വരുമ്പോൾ തരൂർ തന്നെ പറയുന്നുണ്ട്, ഞാനും ഭാഷയും ക്ലാസിക്കായി, ഭാഷയിൽ ഞാനും ക്ലാസിക്കായി എന്നാണ്. അപ്പോൾ അങ്ങനെ തരൂര് ആ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മോദിയെയും BJPയെയും പുകഴ്ത്തിയത്. പലരുടെയും വർത്തമാനം ഉണ്ടായിരുന്നു. തരൂര് BJPയിലേക്ക് പോകുന്നു, കേന്ദ്രമന്ത്രിയാകുന്നു, ഉപരാഷ്ട്രപതിയാകുന്നു, വലിയ നയതന്ത്ര വിദഗ്ധനാകുന്നു, UN സെക്രട്ടറി ജനറൽ ആകുന്നു. അങ്ങനെ തരൂരിന് കൊടുക്കാത്ത പദവികളൊന്നുമില്ല എല്ലാവരും കൂടി. പക്ഷേ ഈ അവസരത്തിലാണ് തരൂരിൻ്റെ ഈ വരവ് കേരളത്തിലേക്കുള്ളത്. ഇത് നമ്മളങ്ങനെ നിസ്സാരമായിട്ടത് കാണരുത്. 6 മാസത്തിന് ശേഷം തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണ്. ഇവിടെ NSSന്റെ ഇപ്പോഴത്തെ പ്രശ്നം നിൽക്കുന്ന സമയത്ത് ആ വിഷയം അഡ്രസ് ചെയ്യാനായിട്ട് കോൺഗ്രസിൽ നിന്ന് ആരുമില്ല എന്നുള്ളതാണ്. PJ കുര്യൻ പോയി, തിരുവഞ്ചൂർ പോയി, പെരുന്നയിലെ പോപ്പിനെ കാണുന്നു. അല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഭരണപക്ഷം കാണിക്കുന്ന, CPM കാണിക്കുന്ന ഹൈന്ദവ പ്രേമത്തെ ഒന്ന് ചോദ്യം ചെയ്ത് സംസാരിക്കാനായിട്ട് VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ തിരുവഞ്ചൂരിനോ ആർക്കുമേ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ അവസരത്തിലാണ് തരൂരിൻ്റെ വരവ് തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂര് മുഖ്യമന്ത്രി കുപ്പായം പൊടി തട്ടി എടുത്തുകൊണ്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ മറ്റു പലരും ഒക്കെ ഉണ്ട് മുഖ്യമന്ത്രി പദം അണിഞ്ഞു നിൽക്കുന്നവര്. VD സതീശനായാലും രമേശ് ചെന്നിത്തലയും K സുധാകരനും, ഇനി ഇവർക്കെല്ലാം മീതെ തൂങ്ങുന്ന മറ്റൊരു വാളുണ്ട്, KC വേണുഗോപാൽ എന്ന് പറയുന്ന ഹൈക്കമാൻഡ്. ആ കമാൻഡിനെ എപ്പോഴാണ് കെട്ടിയിറക്കുക എന്നറിയത്തില്ല. അതിനോടൊപ്പം തന്നെയാണ് തരൂരും രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർക്ക് തരൂരിനെ മുന്നിൽ നിർത്താം. ഇവരൊന്നുകിൽ ശശി തരൂരിനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തുക. ഇത് ഭരണപക്ഷത്തുള്ള ഇപ്പോൾ ഇവരെടുക്കുന്ന ഒരു നിലപാടിനെയും ചോദ്യം ചെയ്യാനോ അതിനെ അഡ്രസ് ചെയ്യാൻ പോലും കോൺഗ്രസിനകത്ത് ആർക്കും പ്രാപ്തിയില്ല, ത്രാണിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ശശി തരൂരിൻ്റെ രംഗപ്രവേശം. ഇത് നിസ്സാരമായി കാണണ്ട. തരൂർ എന്തോ കണ്ടുവെച്ചുകൊണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് 6 മാസത്തിന് ശേഷം എത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.